കരടിയോ അതോ കാട്ടുപന്നിയോ? തിരുവനന്തപുരം പാലിയോട് നിവാസികൾ ആശങ്കയിലാണ്. പാലിയോടിൽ കരടിയെ കണ്ടതായാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ വൈകിട്ട് 5-ന് പാലിയോട് ആഴംകുളത്തൊരു കുടുംബത്തിലെ 3 പേരാണ് കരടിയെ കണ്ടത്. വനം വകുപ്പ് പ്രദേശത്ത് നിരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ കാട്ടുപന്നിയാണോ എന്നാണ് വനംവകുപ്പിന്റെ സംശയം. ആഴകുളം സ്വദേശി അനിതയും മക്കളുമാണ് വൈകിട്ടോടെ 2 തവണ കരടിയെ കണ്ടത്. മകൻ ആരോമൽ കാണുകയും തുടർന്ന് അനിതയെ അറിയിക്കുകയുമായിരുന്നു. കണ്ട ഉടൻ തന്നെ വീട്ടിൽ കയറി വാതിലടച്ചു. തുടർന്ന് പഞ്ചായത്ത് മെമ്പറെയും മാരാമട്ടം പോലീസിനെയും വിവരം അറിയിച്ചു. ഇന്നലെ രാത്രിയോടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും ഇരുട്ട് കാരണം പരിശോധന നടന്നില്ല. സുനിതയുടെ അമ്മൂമ്മ 1 മാസം മുമ്പ് വീടിനടുത്ത് കരടിയെ കണ്ടതായും പറയുന്നു. ഒരു 4:45 ആയപ്പോൾ മോൻ പുറത്ത് കളിച്ചോണ്ടിരുന്ന് ഞാനും മോളും വീട്ടിൻ്റെ അകത്ത് നമ്മൾ മൂന്ന് പേരുണ്ടായിരുന്നു. കുഞ്ഞു വായം കൂടെ കൂട്ടി 4 പേരുണ്ടായിരുന്നു. മോൻ കളിച്ചോണ്ടിരുന്ന് വീട്ടിൻ്റെ അകത്ത് ഞാൻ വഴക്ക് പറഞ്ഞു 10 കയറാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ഒരു കറുത്ത രൂപം അമ്മ കരടിയാണമ്മ എന്ന് എൻ്റെ അടുത്ത് ഓടിയൊന്ന് പറഞ്ഞ് കഥ പൂട്ടി. അവൻ തന്നെ കഥ പൂട്ടി ഞങ്ങൾ എല്ലാവരും 2 മക്കളും റൂമിൻ്റെ അകത്തായിരുന്നു. റൂമിൻ്റെ അകത്ത് ജനലിൽ കൂടെ മോള് നോക്കിയപ്പോൾ ആ സാധനം അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ കരടിയുടെ രൂപം തന്നെ. അപ്പം മോള് പറഞ്ഞു അമ്മ അപ്പിയുടെ അമ്മ കരടി തന്നെ അമ്മ അപ്പിയുടെ അമ്മ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത്. അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് വീണ്ടും നമ്മൾ നോക്കിയപ്പോൾ അവിടെ തന്നെ നിന്ന്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മാറി നടന്നു പോകുന്നതൊന്നും കണ്ടില്ല. പക്ഷെ അവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് നിന്നിട്ട് അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കരടി നല്ല ആ ഒരു രൂപം തന്നെയായിരുന്നു. കുഞ്ഞു വാവ കരഞ്ഞപ്പോൾ വീണ്ടും അത് അങ്ങോട്ട് തിരിഞ്ഞ് നിന്നിട്ട് അത് വീണ്ടും ഞങ്ങളെ വീട്ടിൻ്റെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കി. കുറേ നേരം അങ്ങനെ നിന്ന്. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ ആ സ്ഥാനത്ത് തന്നെ അത് നിൽക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകണില്ല. വീണ്ടും അപ്പോഴപ്പോഴെ 2-6 പ്രാവശ്യം മോള് ജനലിൽ കൂടെ നോക്കി. ലാസ്റ്റ് ഞാനും നോക്കിയപ്പോൾ അത് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നത് കരടി തന്നെയാണ്. കരടിയുടെ രൂപമായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും താഴെ ഒരു മോളുണ്ട്. ആ മോളെന്തോ കരഞ്ഞ ബഹളം ഉണ്ടാക്കിയപ്പോൾ ചെയ്തപ്പോൾ അത് അവിടെ നിന്നിട്ട് താഴോട്ട് അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പേടിച്ച് നമ്മളെല്ലാം വീട്ടിൻ്റെ അകത്ത് കയറി. എൻ്റെ ആൻറ്റി ആൻറ്റി അറിഞ്ഞുകൊണ്ട് ഓടി വന്ന് ഞാനും ആൻറ്റിയും കൂടെ പുറത്തിറങ്ങി നോക്കുമ്പോൾ കാണാനില്ലായിരുന്നു സാധനത്തിന്. അതിനെ കണ്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ പേടിച്ച് പെട്ടെന്ന് വീട്ടിൻ്റെ അകത്ത് കയറി റൂമിൽ കയറി മുകളിൽ നോക്കിക്കൊണ്ടിരുന്നപ്പം ആ നിന്ന സ്ഥലത്ത് നിന്ന് നെരിച്ചിട്ടുകൊണ്ട് ഭയങ്കര ഒരു ബഹളത്തിൽ അത് അങ്ങ് പോകുന്നത് കണ്ടു ഞങ്ങൾ. അതിനുശേഷം നമ്മൾ കണ്ടില്ല. പിന്നെ ഇന്നലെ രാത്രി ഞങ്ങൾ പുറത്ത് പട്ടി ഉരച്ചപ്പം നമ്മളെ ചേട്ടൻ കുളിച്ചിട്ട് ജോലിക്ക് പോയിട്ടൊക്കെ വന്ന് ചേട്ടൻ കുളിച്ചിട്ടാണെങ്കിൽ വീട്ടിൻ്റെ അകത്ത് കയറിയത് പട്ടി ഉരച്ചപ്പോൾ ഈ ഇങ്ങനെ നെരിച്ചിട്ടോണ്ട് ഈ എന്തോ ഒരു വലിയ സൗണ്ടിൽ അങ്ങ് പോകുന്ന സൗണ്ട് കേട്ട് പട്ടി ഉരച്ച് ആ സമയത്ത്. 50-ലധികം വീടുകളുള്ള പ്രദേശത്ത് കരടിയെ കണ്ടത് ആശങ്കയോടെയാണ് കാണുന്നത്. ഇന്നലെ 5 മണിക്കാണ് സമീപവാസികളെല്ലാം കൂടെ വിളിച്ചറിയിച്ചതിൻ്റെ ഭാഗമായിട്ട് ഉടനെ തന്നെ പോലീസിനെയും ഫോറസ്റ്റിനെയും അറിയിപ്പ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് തിരച്ചിൽ നടക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് അതിശക്തമായിട്ടുള്ള തിരച്ചിൽ നടത്തി. എന്നിട്ട് കാണാൻ കഴിയാത്തത് കൊണ്ട് ഇന്ന് രാവിലെ തിരച്ചിൽ നടത്തുകയാണ്. ഇവിടെ നേരത്തെ ഇങ്ങനെയുള്ള ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആളുകൾക്കും നല്ലൊരു ആശങ്കയുണ്ട്. 150 ഏക്കറിലധികം കോറിയും കാടുമുള്ള പ്രദേശത്ത് കരടിയെത്താനുള്ള സാഹചര്യം ഉണ്ടെന്ന നിലയിലാണ് വനം വകുപ്പിന്റെ പരിശോധന. അതേസമയം കണ്ടത് കാട്ടുപന്നിയാകാനുള്ള സാധ്യതയും വനം വകുപ്പ് പങ്കുവയ്ക്കുന്നുണ്ട്. അത് പ്രാഥമിക പരിശോധനയിൽ കരടി എന്ന നിഗമനത്തിലാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. കുഞ്ഞ് കണ്ടു എന്ന് പറഞ്ഞിട്ട് വന്ന ഉടനെ തന്നെ കുഞ്ഞിന് കരടിയുടെയും പന്നിയുടെയും മരപ്പട്ടിയുടെയും ഫോട്ടോ കാണിച്ചതിൽ കുഞ്ഞ് തന്നെ പന്നിയാണെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് വാല് നീണ്ടതും മുഖം നീണ്ടതും അധികം പൊക്കമില്ലാത്തതും 4 കാലിൽ നിൽക്കുന്നതായ ജീവിയാണ് കണ്ടത്. അപ്പോൾ പന്നിയാണ്. തുടർന്നുള്ള പരിശോധനയിൽ നമ്മൾ പന്നിയുടെ ചവിട്ടുപാടുകളും പന്നി കിടക്കുന്ന സ്ഥലവും ഇത് പന്നിയുടെ ആവാസ വ്യവസ്ഥയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ നിഗമനം പന്നി എന്നതിലാണ്. എന്നാലും അവർ പറഞ്ഞ പരാതിയെ വിട്ടുകളയുന്നില്ല. ടൈം ന്യൂസ്, തിരുവനന്തപുരം.